ഇത് ജയിക്കാനുള്ള പോരാട്ടമാണ്. അവിടെ ആരും അനാവശ്യമായി കൈകടത്തേണ്ടതില്ല. സകല പോസ്റ്ററുകളും വലിച്ചു കീറിക്കൊണ്ട് KC വേണുഗോപാൽ MP ഇങ്ങനെ ആഞ്ഞടിക്കുമ്പോൾ ആ നേതാവിൻ്റെ തൻ്റെ ഇടം കേരളം കാണുകയാണ്. സുനിൽ കനുകോലു എന്ന തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ്റെ ബുദ്ധിയിലുദിച്ച തന്ത്രങ്ങളെ ചുഴറ്റിപ്പിടിച്ച വാളാക്കി മാറ്റി കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണ്. എന്നാൽ പാർട്ടിക്ക് പുറത്തുള്ള ശത്രുക്കളെക്കാൾ വലിയ വെല്ലുവിളി പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളാണോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. അബിൻ വർക്കി വേണ്ട, അവർ വേണ്ട, ഇവർ വേണ്ട എന്നിങ്ങനെ പലതരം നീക്കുപോക്കുകളും ഗ്രൂപ്പ് കളിപ്പോരുകളും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നത് വിജയപ്രതീക്ഷകളെ എത്രത്തോളം ബാധിക്കുമെന്ന ആശങ്കയിലാണ് അണികളുള്ളത്. ആറന്മുളയിൽ അബിൻ വർക്കിക്കെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് വെറുതെ വിട്ടുകളയാൻ KC വേണുഗോപാൽ തയ്യാറല്ല. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നതുവരെ ആരും സമാന്തര പ്രവർത്തനങ്ങൾ നടത്തേണ്ടതില്ല എന്ന കടുത്ത താക്കീതാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. മറുഭാഗത്ത് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇടതുപക്ഷം വികസനത്തിൻ്റെ പെരുമ്പറ കൊട്ടുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പെരുമ്പളം പാണാവള്ളി കായലിന് കുറുകെയുള്ള ആലപ്പുഴ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പാലം നാടിന് സമർപ്പിച്ചിരിക്കുന്നു. വികസനത്തിൻ്റെ കഥ പറയുകയാണ് സർക്കാർ. ഇന്നലെ വയനാട് തുരങ്കപാതയുടെ സ്വിച്ച് ഓൺ കർമ്മം ആവേശത്തോടെ ആഘോഷിച്ചുവെങ്കിൽ ഇന്ന് ഈ പാലമാണ് അവരുടെ അഭിമാനം. പത്രപരസ്യങ്ങൾ നൽകുന്നതിനും അതിനപ്പുറം സോഷ്യൽ മീഡിയയെയും കലയെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് സർക്കാരിൻ്റെ പ്രചരണം. സിതാര കൃഷ്ണകുമാറിനെയും വേടനെയും പോലുള്ള ജനപ്രിയ കലാകാരന്മാരെ അണിനിരത്തി സർക്കാരിനായി പാട്ടുകൾ ഇറങ്ങുന്നു. ഓരോ വികസന നേട്ടവും ഓരോ വോട്ടായി മാറ്റാനുള്ള തന്ത്രപരമായ നീക്കമാണ് സർക്കാരിൻ്റേത്. ബൂസ്റ്റിംഗ് കാര്യങ്ങൾക്കും PR വർക്കുകൾക്കും ഒരു കുറവുമില്ലാതെ സർക്കാർ മുന്നോട്ട് പോകുന്നു. ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ കോൺഗ്രസിന് കരുത്തുറ്റ നീക്കങ്ങൾ അനിവാര്യമാണ്. ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് VD സതീശൻ്റെ പുതുയുഗ യാത്ര അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നത്. വലിയ ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുന്ന ഈ സുപ്രധാന ദിനത്തിൽ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് വലിയൊരു തിരിച്ചുവരവാണ്. എന്നാൽ ഡൽഹിയിലിരുന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന KC വേണുഗോപാലിന് കേരളത്തിലെ ഈ പ്രാദേശിക തർക്കങ്ങൾ തലവേദനയാകുന്നു. പാർട്ടിയെ ഉള്ളിൽ നിന്ന് ഒറ്റുകൊടുക്കുന്നവരോട് വിട്ടുവീഴ്ചയില്ല എന്ന് കട്ടായം പറയാതെ KCക്ക് ഇപ്പോൾ മറ്റു രക്ഷയില്ല. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നതുവരെ അച്ചടക്കം പാലിക്കണമെന്നും പാർട്ടിക്കുള്ളിലെ പാരവെപ്പുകൾ അനുവദിക്കില്ല എന്നും അദ്ദേഹം കർക്കശമായി പറഞ്ഞു കഴിഞ്ഞു. ആറന്മുളയിൽ ഉണ്ടായ പോസ്റ്റർ വിവാദം വെറുമൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉയർന്നു വരുന്ന താല്പര്യങ്ങളുടെ സംഘടനമാണത്. അത് മുളയിലേ നുള്ളിയില്ല എങ്കിൽ തിരിച്ചടിയാകുമെന്ന് ഹൈക്കമാൻഡിന് വ്യക്തമായി മനസ്സിലായി. ഒരു വശത്ത് സർക്കാരിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന വികസന നേട്ടങ്ങളും മറുവശത്ത് കോൺഗ്രസിൻ്റെ പോരാട്ട വീര്യവും കേരളം ഉറ്റുനോക്കുന്നത് ഈ രണ്ട് ധ്രുവങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തെയാണ്. അനാവശ്യമായ കൈകടത്തലുകൾ ഒഴിവാക്കി ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ UDFന് കഴിയുകയുള്ളൂ. കനുകുലുവിൻ്റെ തന്ത്രങ്ങൾ ഫലിക്കണമെങ്കിൽ ഗ്രൂപ്പ് വൈര്യങ്ങൾ മാറ്റിവെച്ചേ മതിയാകൂ. വികസനത്തിൻ്റെ പാട്ടുപാടുന്ന സർക്കാരിനെ നേരിടാൻ ഗ്യാരണ്ടികളുടെ രാഷ്ട്രീയവുമായി കോൺഗ്രസ് ഇറങ്ങുമ്പോൾ കേരളത്തിലെ വോട്ടർമാർ ആരുടെ കൂടെ നിൽക്കുമെന്നത് വരും ദിവസങ്ങളിൽ നിർണായകമാകും. ഏതായാലും KC വേണുഗോപാലിൻ്റെ ഈ കടുത്ത നിലപാട് പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾക്ക് അന്ത്യമിടുമോ അതോ കൂടുതൽ പൊട്ടിത്തെറികളിലേക്ക് നയിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.